ഹായ് ഫ്രണ്ട്സ്, സെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇന്നത്തേത്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും കാണുന്ന ഏരിയയാണ് ഡിവിഡൻഡ് പോളിസി, അതിൻ്റെ ഡിസിഷൻസും അതുപോലെ അതിൻ്റെ തിയറീസും. ഡിവിഡൻഡ് തിയറീസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് സെറ്റിൻ്റെയോ നെറ്റിൻ്റെയോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിവിഡൻഡ് തിയറീസിൽ നിന്ന് കാണാം. നിങ്ങളൊന്ന് PYQ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വാൾട്ടേഴ്സ് മോഡൽ, ഗോർഡൻസ് മോഡൽ, ബേർഡ് ഇൻ ദ ഹാൻഡ് ആർഗ്യുമെൻറ്റ്, അതുപോലെ മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ, ഇതൊക്കെ ഇല്ലാത്ത ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടു എന്ന് വരില്ല. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇത്. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് നമ്മുടെ ചാനലിലുണ്ട്, അത് വാച്ച് ചെയ്യുക. ഇനി നമ്മൾ ഡിവിഡൻഡ് തിയറിയാണ്, അത് ഒട്ടും ഒഴിവാക്കാത്തത് കൊണ്ട് ഞാൻ ക്ലാസ് ആയിട്ട് തന്നെ എടുക്കുകയാണ്. വളരെ വേഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ മാത്രം കവർ ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്. നമ്മുടെ എക്സാമിങ് അടുത്തല്ലോ, അപ്പോൾ ഒത്തിരി ഞാൻ ഡിസ്ക്രൈബ് ചെയ്തൊന്നും പോകില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ മാത്രം പറഞ്ഞു പോകാം. ഇത് പഠിക്കാതെ എക്സാമിന് പോകരുത് കേട്ടോ. ഡിവിഡൻഡ് തിയറീസിൽ രണ്ട് കോൺസെപ്റ്റാണ് വരുന്നത്: ഇർറെലവൻസ് കോൺസെപ്റ്റ് ആൻഡ് റെലവൻസ് കോൺസെപ്റ്റ്. ഇർറെലവൻസ് കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. തിയറി ഓഫ് ഇർറെലവൻസ്, അതിലെ ആദ്യത്തേത് വരുന്നത് റെസീജ്വൽ അപ്രോച്ചാണ്. റെസീജ്വൽ അപ്രോച്ചിൽ പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു റെസീജ്വൽ ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഫിനാൻസിങ് ഡിസിഷൻ മാത്രമാണ്. അതല്ലാതെ ഫേമിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിലോ അതുപോലെ തന്നെ ഷെയർ പ്രൈസിലോ യാതൊരുവിധ ഇഫക്റ്റും വരുത്താനായിട്ട് എന്തിനു സാധിക്കില്ല? ഈ ഒരു ഡിവിഡൻഡ് ഡിസിഷന് സാധിക്കില്ല. അത് ഇർറെലവൻ്റ് ആണ് എന്നാണ് റെസീജ്വൽ അപ്രോച്ചിൽ പറയുന്നത്. അപ്പോൾ റെസീജ്വൽ അപ്രോച്ചിൽ പറയുന്നത് ഇതൊരു ഫിനാൻസിങ് ഡിസിഷൻ മാത്രമാണ്, ഇതൊരു റെസീജ്വൽ ഡിസിഷൻ മാത്രമാണ്. റെസീജ്വൽ ഡിസിഷൻ എന്ന് പറയാനുള്ള കാരണം ആ ഒരു ഫേമിന് പ്രോഫിറ്റബിളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ഫേമിന് എന്ത് ചെയ്യാം? അതിൻ്റെ ഏർണിങ്സ് ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ റീറ്റെയിൻ ചെയ്ത് വെക്കാം. അതല്ല, ആ ഫേമിന് പ്രോഫിറ്റബിളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം? ഇറ്റ് ഷുഡ് പേ ദ ഡിവിഡൻഡ്. ഇറ്റ് ഷുഡ് പേ ദം ആസ് ഡിവിഡൻഡ്. എന്ത് ചെയ്യാം? പ്രോഫിറ്റിനെ ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നാണ് റെസീജ്വൽ അപ്രോച്ചിൽ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, റെസീജ്വൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ഇർറെലവൻസ് കോൺസെപ്റ്റാണ്. ഇത് പ്രകാരം ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫിനാൻസിങ് ഡിസിഷൻ മാത്രമാണ്. അതല്ലാതെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് ഡിറ്റർമിൻ ചെയ്യാനോ അതുപോലെ ഷെയർ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാനോ എന്തിലൂടെ സാധിക്കില്ല, അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ ഡിവിഡൻഡ് ഡിസിഷനിലൂടെ സാധിക്കില്ല. ദെയർ ഈസ് നോ ഇഫക്റ്റ് എന്നാണ് റെസീജ്വൽ അപ്രോച്ചിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ച്, MM അപ്രോച്ച്. മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ചും ഒരു ഇർറെലവൻസ് കോൺസെപ്റ്റ് തന്നെയാണ്. ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത് ഫേമിൻ്റെ വാല്യൂവിലോ അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയറിലോ ഡിവിഡൻഡ് പോളിസിക്ക് യാതൊരുവിധ ഇഫക്റ്റും വരുത്താൻ സാധിക്കില്ല, യാതൊരുവിധ മാറ്റങ്ങളും വരുത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഡിവിഡൻഡ് പോളിസി കൊണ്ട് ഫേമിൻ്റെ വാല്യൂ കൂടുകയോ കുറയുകയോ ഇല്ല. അതുപോലെ തന്നെ ഡിവിഡൻഡ് പോളിസി തീരുമാനങ്ങൾ എന്തായിരുന്നാലും മാർക്കറ്റ് പ്രൈസ് ഉയരുകയോ അതുപോലെ കുറയുകയോ ചെയ്യില്ല എന്നാണ് മോഡിഗ്ലിയാനി അപ്രോച്ചിൽ പറയുന്നത്. അതുപോലെ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആസ് എ ഡിവിഡൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത് റീറ്റെയിൻ ചെയ്ത് വെക്കുകയോ അത് ഫേമിന് തീരുമാനിക്കാം. അതല്ലാതെ ഫേമിൻ്റെ വാല്യൂവിൽ യാതൊരുവിധ ഇഫക്റ്റും വരുത്തില്ല എന്നാണ് മോഡിഗ്ലിയാനി ആൻഡ് മില്ലർ അപ്രോച്ചിൽ പറയുന്നത്. എപ്പോഴും നമ്മൾ MM അപ്രോച്ച് പഠിക്കുമ്പോൾ ഏത് തിയറി പഠിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ അസംഷൻസും കൂടി നന്നായിട്ട് നോക്കിയിട്ട് പോകണം. കാരണം നമുക്ക് സെറ്റ് എക്സാമിൽ അസംഷൻസ് ബേസ്ഡ് ആയിട്ട് ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ തന്നിട്ട് നമുക്ക് ട്രൂ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ കണ്ടു. അപ്പോൾ അതും കൂടെ നമ്മൾ നോക്കിയിട്ട് പോകണം. ഇത് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിലും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അസംഷൻസ് നോക്കി പോകണം എന്നുള്ളത്. നോക്കാം. അസംഷൻസ് ഓഫ് MM അപ്രോച്ച്, ദെയർ ആർ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് റാഷണലി ബിഹേവ് ചെയ്യുന്നവരാണ്, വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ്. ഇനി ഇൻഫർമേഷൻ അബൌട്ട് ദ കമ്പനീസ് അവൈലബിൾ ടു ഓൾ വിത്തൗട്ട് എനി കോസ്റ്റ്. ഇൻഫർമേഷൻ, അതായത് എല്ലാ ഇൻഫർമേഷനും കമ്പനിയുടെ ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും എല്ലാവർക്കും ഫ്രീലി അവൈലബിൾ ആണ്. ഇനി ഫ്ലോട്ടേഷൻ കോസ്റ്റോ അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റോ അവിടെ ഇല്ല. ഇനി നോ ഇൻവെസ്റ്റർ ഈസ് ലാർജ് എനഫ് ടു ഇഫക്ട് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ. ഒരു ഇൻവെസ്റ്ററിന് പ്രത്യേകമായിട്ട് മാർക്കറ്റ് പ്രൈസിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള റൈറ്റ് ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ദെയർ ഈസ് നോ ടാക്സസ്.
എന്നാണ് പറയുന്നത്. ഇനി ഫേം ഹാസ് എ റിജിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി. ഫേമിന് എന്താണ് ഒരു റിജിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ആണുള്ളത്, ഫ്ലെക്സിബിൾ അല്ല. അതുപോലെ ദർ ഈസ് നോ റിസ്ക് ഓർ അൺസർട്ടനിറ്റി ഇൻ റിഗാർഡ് ഓഫ് ദ ഫ്യൂച്ചർ ഓഫ് ദ ഫേം. ഇത് മാത്രം എന്താണ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അസംഷൻ പഠിക്കേണ്ടതില്ല. ബാക്കി എല്ലാ അസംഷൻസും പഠിക്കുക. ഓക്കെ, അസംഷൻസ് നോക്കിയിട്ട് പോകണം, കാരണം അസംഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. ഓക്കെ, അടുത്തത് റെലവൻസ് കോൺസെപ്റ്റ് ആണ്. തിയറി ഓഫ് റെലവൻസ്. അതിൽ 2 അപ്രോച്ചസ് ആണ് വരുന്നത്, വാൾട്ടേഴ്സ് അപ്രോച്ചും അതുപോലെ ഗോർഡൻ അപ്രോച്ചും. എന്താണ് തിയറി ഓഫ് റെലവൻസ്? തിയറി ഓഫ് റെലവൻസിൽ പറയുന്നത് ഫേമിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ, അതുപോലെ തന്നെ എന്താണ് ഫേമിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ ഇൻക്രീസോ ഡിക്രീസോ വരുത്താനായിട്ട് എന്തിലൂടെ സാധിക്കും? ഡിവിഡൻഡ് ഡിസിഷനിലൂടെ സാധിക്കും. ഡിവിഡൻഡ് ഡിസിഷൻ കൺസിഡറബിളി അഫക്റ്റ് ദ വാല്യൂ ഓഫ് ഫേം. ഫേമിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഡിവിഡൻഡ് ഡിസിഷന് സാധിക്കും, റെലവൻ്റ് ആണ് എന്നാണ് റെലവൻസ് കോൺസെപ്റ്റിൽ പറയുന്നത്. അതിലാദ്യത്തെ അപ്രോച്ചാണ് വാൾട്ടേഴ്സ് അപ്രോച്ച് എന്ന് പറയുന്നത്. വാൾട്ടേഴ്സ് അപ്രോച്ച് അനുസരിച്ച് എന്ത് തന്നെയാണ് പറയുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻ ഈസ് റെലവൻറ്റ്. ഡിവിഡൻഡ് ഡിസിഷൻ റെലവൻ്റ് ആണ് ആൻഡ് ക്യാൻ അഫക്റ്റ് ദ വാല്യൂ ഓഫ് ഫേം എന്നാണ് വാൾട്ടേഴ്സ് അപ്രോച്ചിൽ പറയുന്നത്. വാൾട്ടേഴ്സ് അപ്രോച്ചിൽ റേറ്റ് ഓഫ് റിട്ടേണും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് മിനിമം റിക്വേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ഇതിന് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി വാൾട്ടേഴ്സ് അപ്രോച്ചിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഒരു ഫേമിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് ഫേമിന് കിട്ടുന്ന റിട്ടേൺ അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ റേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ക്യാപിറ്റലിൻ്റെ കോസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലാണ് ഫേം ഏൺ ചെയ്യുന്ന റിട്ടേൺ എങ്കിൽ അത്തരം ഫേംസിനെ നമുക്ക് ഗ്രോത്ത് ഫേംസ് എന്ന് പറയാം. ഫേമിന് ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഫേമിന് കിട്ടുന്ന റിട്ടേൺ കൂടുതലാണ്, എന്തിനേക്കാളും കോസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ അത്തരം ഫേംസിനെ നമ്മൾ ഗ്രോത്ത് ഫേംസ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഫേംസിന് എന്ത് ചെയ്യാം? എപ്പോഴും അവരുടെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ അവരെന്ത് ചെയ്യണം? റീറ്റെയിൻ ചെയ്യണം. റീറ്റെയിൻ ചെയ്താലാണ് ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് വാൾട്ടേഴ്സ് അപ്രോച്ചിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേമിൻ്റെ ഒപ്റ്റിമം പേ ഔട്ട് റേഷ്യോ 0 ആണ്. അതായത് ഒപ്റ്റിമം പേ ഔട്ട്, അതായത് ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എപ്പോഴാണോ പേ ഔട്ട് റേഷ്യോ 0 ആകുന്നത്, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ മാക്സിമം എമൗണ്ട് റീറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇഫ് ആർ ഈസ് ലെസ് ദാൻ കെ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ അവിടെ കുറവാണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് കൂടുതൽ. അതായത് ഇത്തരം ഫേംസിനെയാണ് നമ്മൾ ഡിക്ലൈനിങ് ഫേംസ് എന്ന് പറയുന്നത്. അത്തരം ഫേംസിന് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അങ്ങനെയുള്ള ഫേംസിനെ നമുക്ക് ഡിക്ലൈനിങ് ഫേംസ് എന്ന് പറയാം. അവയ്ക്ക് എന്താണ് റിട്ടേൺ കുറവും കോസ്റ്റ് കൂടുതലുമാണ്. അങ്ങനെയുള്ള ഫേംസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, മാക്സിമം ഏർണിങ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവർ ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അല്ലാതെ റീറ്റെയിൻ ചെയ്ത് വെച്ചതുകൊണ്ട് അവർക്ക് വേറെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകില്ല, ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒപ്റ്റിമം പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് 100% ആണ്. റീറ്റെയിൻ ചെയ്ത് വെക്കാതെ ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഇത്തരം ഫേംസിന് സാധിക്കും. അതാണ് അവരുടെ ഒപ്റ്റിമം. അല്ലെങ്കിൽ ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് പേ ഔട്ട് റേഷ്യോ 100% ആണ് നല്ലത് എന്നാണ് ഈ ഒരു സ്റ്റേജിൽ പറയുന്നത്. ഇനി അടുത്തതാണ് ആർ ഈക്വൽസ് കെ. റിട്ടേണും കോസ്റ്റും ഈക്വൽ ആയിട്ടുള്ള ഫേംസിനാണ് നോർമൽ ഫേംസ് എന്ന് പറയുന്നത്. ഇത്തരം ഫേംസിന് പ്രത്യേകിച്ചൊരു ഇഫക്റ്റും മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയറിലോ അതുപോലെ തന്നെ വാല്യൂ ഓഫ് ഫേമിലോ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കില്ല. ഇവിടെ ഒരു ഒപ്റ്റിമം പേ ഔട്ട് ഇല്ല. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞു അസംഷൻസും കൂടി പഠിച്ചിട്ട് പോകണമെന്ന്. നമുക്ക് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ firm are financed through returned earnings only and the firm does not use any external sources of funds. ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ് ചെയ്യുന്നത് റീറ്റേൺഡ് ഏർണിങ്സിലൂടെ മാത്രമാണ്, എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഫണ്ട്സ് യൂസ് ചെയ്യുന്നില്ല. ഇനി ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആറും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കെയും കോൺസ്റ്റൻ്റ് ആണ്. ഏർണിങ്സ് ആൻഡ് ഡിവിഡൻസ് ഡു നോട്ട് ചേഞ്ച് വൈൽ ഡിറ്റർമിനിങ് ദ വാല്യൂ. ഏർണിങ്സും ഡിവിഡൻറ്റും ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. ഫേം ഹാസ് എ ലോങ് ലൈഫ്. ഫേമിനൊരു ലോങ് ലൈഫാണുള്ളത്. ഈ 4 അസംഷൻസ് ആണ് വാൾട്ടേഴ്സ് മോഡലിനുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
സെറ്റ് നെറ്റ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ ബാലൻസ് ക്ലാസ് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. ബൈ യുവർ കൊമേഴ്സ് മെൻറ്റർ നീന.